ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാർഡൻസ് മെത്തേഡ് അപ്ലൈ ചെയ്ത് എങ്ങനെയാണ് ഇക്വേഷനെ സോൾവ് ചെയ്യുന്നത്, ക്യൂബിക് ഇക്വേഷനെ കാർഡൻസ് മെത്തേഡ് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ മെത്തേഡ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് കാർഡൻസ് മെത്തേഡിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ആ ഒരു സ്റ്റെപ്പ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡിലോട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പം നോക്കിയാട്ടെ, സോൾവ് ബൈ കാർഡൻസ് മെത്തേഡ് എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർഡ് പ്ലസ് 12x പ്ലസ് 16 ഈക്വൽ ടു 0. ഓക്കെ, അപ്പം നമ്മുടെ ഗിവൺ ഇക്വേഷൻ എന്ന് പറയുന്നതിനകത്ത് എക്സ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്, 1 ഇൻറ്റു എക്സ് ക്യൂബ് ആണ്. അപ്പം ഇത് കാർഡൻസ് മെത്തേഡ് സോൾവ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ നോക്കേണ്ടത് എക്സ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണോ എന്ന് നോക്കണം. ഇവിടെ എക്സ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്. അപ്പം ആ ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പം ഈ ഇക്വേഷൻ ഇപ്പോൾ ഏത് ഫോമിലായി? എക്സ് ക്യൂബ് പ്ലസ് എൽ എക്സ് സ്ക്വയർഡ് പ്ലസ് എം എക്സ് എ പ്ലസ് എൻ ഈക്വൽ ടു 0. ഈ ഒരു ഫോമിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോമിൽ ഗിവൺ ഇക്വേഷൻ ഈ ഫോമിലാണോ എന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു ഫോമിലല്ല എങ്കിൽ ഗിവൺ ഇക്വേഷനെ ഈ ഒരു ഫോമിലാക്കണം. ഇതാണ് കാർഡൻസ് മെത്തേഡിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആ ഒരു ഫോമിലായതുകൊണ്ട് ഗിവൺ ഇക്വേഷന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ കാർഡൻസ് മെത്തേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ എക്സ് സ്ക്വയർഡ് വരുന്ന ടേമിനെ റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പം എക്സ് സ്ക്വയർഡ് വരുന്ന ടേമിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വൈക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. വൈക്ക് നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ഓഫ് മൈനസ് a1 ബൈ na0 എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ആർക്ക് കൊടുക്കണം? വൈക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? a0 എക്സ് ക്യൂബ് പ്ലസ് a1 എക്സ് സ്ക്വയർഡ് പ്ലസ് a2 എക്സ് എ പ്ലസ് a3 ഈക്വൽ ടു 0. ഇതാണ് തേർഡ് ഡിഗ്രി ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. അപ്പം ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ a0യുടെ പ്ലേസിൽ 1 ആണ് വന്നിരിക്കുന്നത്, a1ൻ്റെ പ്ലേസിൽ -3 ആണ്. ഇനി n എന്ന് പറയുന്നത് തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പോൾ n ഇസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ നമ്മൾ വൈക്ക് കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് എ മൈനസ് a1ൻ്റെ വാല്യൂ -3 ആണ് ബൈ എന്താണ് എക്സ് എ മൈനസ് -a1. അപ്പോൾ മൈനസ് a1ന് വരെ -3 ബൈ n ഇൻറ്റു a0 3 ഇൻറ്റു 1 വരും. ഓക്കെ, ഈ രണ്ട് മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് ആകുന്നു. ഇവിടെ 3/3 1 ആകുന്നു. അപ്പം വൈക്ക് കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? പുട്ട് y ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 കൊടുക്കണം. y ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ആണെങ്കിൽ ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു എന്ത് വരുന്നു? y പ്ലസ് 1 വരുന്നു. അപ്പം നമ്മുടെ ഗിവൺ ഇക്വേഷനകത്ത് നമ്മൾ എന്താണ്? പുട്ട് എക്സ് ഈക്വൽ ടു y പ്ലസ് 1 ഇൻ ഇക്വേഷൻ നമ്പർ 1. നമ്മുടെ ഗിവൺ ഇക്വേഷനകത്ത് എക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? y പ്ലസ് 1 എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. അതേപോലെ സെക്കൻഡ് ടൈമിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൻ്റെ റൂട്ടിനെ ഡിമിനിഷ് ചെയ്യണം. ആ ഡിമിനിഷ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം ഡിമിനിഷ് ചെയ്താലും നമുക്ക് ഈ ഒരു കണ്ടീഷൻ കിട്ടും. പക്ഷേ കാർഡൻസ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന എക്സ് ഈക്വൽ ടു y പ്ലസ് 1 കൊടുത്താണ് കാർഡൻസ് മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സിന് y പ്ലസ് 1 കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ൽ എക്സിന് y പ്ലസ് 1 കൊടുക്കുമ്പോൾ y പ്ലസ് 1ൻ്റെ ക്യൂബ് മൈനസ് 3 ഇൻറ്റു y പ്ലസ് 1 സ്ക്വയർ പ്ലസ് 12 ഇൻറ്റു y പ്ലസ് 1 പ്ലസ് 16 ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. ഇത് a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് പോലെ a ക്യൂബ് പ്ലസ് 3a സ്ക്വയർഡ് ബി പ്ലസ് 3ab സ്ക്വയർഡ് പ്ലസ് b ക്യൂബ് കൊടുക്കുന്നു. ഇതിനെ നമ്മൾ ആദ്യം a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർഡ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം. അതായത് y സ്ക്വയർഡ് പ്ലസ് 2y പ്ലസ് 1 കിട്ടുന്നു. അതിനുശേഷം അതിനെ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3y സ്ക്വയർഡ് -6y -3. ഇനി 12നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12y പ്ലസ് 12 വരുന്നു പ്ലസ് 16 ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. അവിടെ നോക്കി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 3y സ്ക്വയർഡും -3y സ്ക്വയർഡും ക്യാൻസൽ ആയിപ്പോൾ പിന്നെ 3y -6y 12y വരുന്നു. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 9y കിട്ടുന്നു. പിന്നെ 12a പ്ലസ് 16 -3 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 26 കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടി? ഇക്വേഷൻ y ക്യൂബ് പ്ലസ് 9y പ്ലസ് 26 ഈക്വൽ ടു 0 കിട്ടുന്നു. അതിനെ സെക്കൻഡ് ഇക്വേഷനായിട്ട് മാർക്ക് ചെയ്യുന്നു. ആ കിട്ടിയ സെക്കൻഡ് ഇക്വേഷനകത്ത് ആരുടെ ടൈമില്ല? y സ്ക്വയർഡിൻ്റെ ടൈമില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ ആരെ സോൾവ് ചെയ്യണം? സെക്കൻഡ് ഇക്വേഷൻ, അതായത് y ക്യൂബ് ഉൾപ്പെടുന്ന സെക്കൻഡ് ഇക്വേഷനെ സോൾവ് ചെയ്യണം. അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വൈക്ക് കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ പുട്ട് y ഈക്വൽ ടു u പ്ലസ് വി എന്ന് കൊടുക്കുന്നു. വൈക്ക് u പ്ലസ് വി ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ മെത്തേഡ് കാർഡൻസ് മെത്തേഡിൻ്റെ സൊല്യൂഷൻ സോൾവ് ചെയ്യുന്ന സ്റ്റെപ്പ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു. അപ്പോൾ y ക്യൂബ് ഈക്വൽ ടു u പ്ലസ് വൈ ദ ഹോൾ ക്യൂബ് ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും.
ആ ഇക്വേഷന്റെ ഫോം എന്ന് പറഞ്ഞാൽ y ക്യൂബ് മൈനസ് 3uv/, മൈനസ് ഓഫ് u ക്യൂബ് പ്ലസ് v ക്യൂബ് ഈക്വൽ ടു 0 ആണ്. എങ്ങനെ കിട്ടുന്നത് നോക്കിയാട്ടെ. y ക്യൂബ് ഈക്വൽ ടു u പ്ലസ് v ദ ഹോൾ ക്യൂബിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ u ക്യൂബ് പ്ലസ് v ക്യൂബ് പ്ലസ് 3uv ഇൻറ്റു u പ്ലസ് v വരും. ഓക്കെ, ഇതാണ് സിംപ്ലിഫിക്കേഷൻ. ഇതിനെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് കൊണ്ടുവന്നാണ് നമുക്ക് തേർഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. ഇവിടെ u പ്ലസ് വിക്ക് വരെ എന്തിട്ട് കൊടുത്തിട്ടുണ്ട്, y ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്, രണ്ടാമത്തെയും മൂന്നാമത്തെ ഇക്വേഷനെ തമ്മിൽ കമ്പയർ ചെയ്യണം. 2ഉം 3 ഇക്വേഷൻ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ y-യുടെ കോയിഫിഷ്യന്റ് 9ഉം ഇവിടെ y-യുടെ കോയിഫിഷ്യന്റ് മൈനസ് 3uv ആണ്. അതിൽ നിന്ന് uv ഈക്വൽ ടു മൈനസ് 3 വരുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ u ക്യൂബ് v ക്യൂബ് ഈക്വൽ ടു മൈനസ് 27 വരുന്നു. ഓക്കെ ആണല്ലോ. ഇനി കോൺസ്റ്റന്റ് കമ്പയർ ചെയ്യുമ്പോൾ 26 ഈക്വൽ ടു മൈനസ് ഓഫ് u ക്യൂബ് പ്ലസ് v ക്യൂബ് ആണ്. അതിൽ നിന്നും u ക്യൂബ് പ്ലസ് v ക്യൂബ് ഈക്വൽ ടു മൈനസ് 26 കിട്ടുന്നു. ഓക്കെ ആണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതും. ഈ u ക്യൂബും v ക്യൂബും റൂട്ട് ആകുന്ന ഒരു ഇക്വേഷൻ എഴുതും. u ക്യൂബും v ക്യൂബും റൂട്ട് ആകുന്ന ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ടി സ്ക്വയർഡ് ഇവിടെ മൈനസ് 26 അല്ലേ, അപ്പം അതെന്തായിരിക്കും, ടി സ്ക്വയർഡ് പ്ലസ് 26 2t വരും. ടി സ്ക്വയർഡ് പ്ലസ് 26t മൈനസ് 27 ഈക്വൽ ടു 0 എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഫോം ചെയ്യുന്നു. അതായത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം നിങ്ങൾ പഠിച്ചു വെച്ചാൽ ടി സ്ക്വയർഡ് വരുന്നു. ടി സ്ക്വയർഡ് മൈനസ് ഓഫ് യു ക്യൂബ് പ്ലസ് വി ക്യൂബ് ഇൻറ്റു ടി. മനസ്സിലായോ? ടി സ്ക്വയർഡ് മൈനസ് ഓഫ് യു ക്യൂബ് പ്ലസ് വി ക്യൂബ് ഇൻറ്റു ടി, പിന്നെ പ്ലസ് യു ക്യൂബ് വി ക്യൂബ് ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾ ഫോം ചെയ്യണം. ഇത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചോണം, എങ്കിലേ നമുക്ക് ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം യു ക്യൂബും വി ക്യൂബും റൂട്ട് ആകുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഫോം എങ്ങനെയാണ്, ടി സ്ക്വയർഡ് മൈനസ് ഓഫ് യു ക്യൂബ് പ്ലസ് വി ക്യൂബ് ഇൻറ്റു ടി പ്ലസ് യു ക്യൂബ് വി ക്യൂബ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. അപ്പം ടി സ്ക്വയർഡ് യു ക്യൂബും വി ക്യൂബും റൂട്ട് ആകുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ അവിടെ ടി സ്ക്വയർഡ് മൈനസ് ഓഫ് യു ക്യൂബ് പ്ലസ് വി ക്യൂബിന്റെ വാല്യൂ ഇവിടെ 26 ആണ്. അപ്പോൾ പ്ലസ് 26t വരുന്നു. പിന്നെ യു ക്യൂബ് വി ക്യൂബിന്റെ വാല്യൂ മൈനസ് 27 ആണ്. അപ്പം മൈനസ് 27 ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. അപ്പം ടി സ്ക്വയർഡ് പ്ലസ് 26t മൈനസ് 27 ഈക്വൽ ടു 0. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്, യു ക്യൂബും വി ക്യൂബും ആണ്. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമ്മൾ ക്വാഡ്രാറ്റിക് മെത്തേഡ് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുന്നു. ക്വാഡ്രാറ്റിക് മെത്തേഡ് അപ്ലൈ ചെയ്ത് സോൾവ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർഡ് എ മൈനസ് 4ac ബൈ 2a ആണ്. ഇവിടെ ടി സ്ക്വയർഡ് എന്ന് വെച്ചാൽ 1 ഇൻറ്റു ടി സ്ക്വയർഡ് ആണ്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷനകത്ത് എക്ക് പകരം 1 കൊടുക്കണം, ബിക്ക് പകരം 26 കൊടുക്കുന്നു, സിക്ക് പകരം മൈനസ് 27 കൊടുക്കുന്നു. ഓക്കെ, അപ്പം മൈനസ് ബി മൈനസ് 26 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർഡ്, 26ന്റെ സ്ക്വയർ 676 വരും. പിന്നെ മൈനസ് 4ac ആണ്. അപ്പം മൈനസ് 4 ഇൻറ്റു a1 ആണ്, സി മൈനസ് 27. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 108 വരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, 676ഉം ഏതാണ് 676 പ്ലസ് 108 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റൂട്ടിനകത്ത് 784 വരുന്നു. മൈനസ് 26 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 784 വരുന്നു. ഡിവൈഡഡ് ബൈ 2a 2 വരുന്നു. 784ന്റെ റൂട്ട് 28 ആണ്. അപ്പം മൈനസ് 26 പ്ലസ് ഓർ മൈനസ് 28a ബൈ 2 വരുന്നു. അതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. മൈനസ് 26 പ്ലസ് 28 ബൈ 2 വരും. മൈനസ് 26 മൈനസ് 28 ബൈ 2 വരും. ഇത് 2 ആണ്, 2 ബൈ 2 വരും. 2 ബൈ 2 1 ഒരു റൂട്ട് വരും. ഇത് മൈനസ് 26ഉം 28ഉം ആണ്. അപ്പോൾ മൈനസ് 54 വരും. മൈനസ് 54 ബൈ 2 മൈനസ് 27 വരും. അപ്പം നമുക്ക് ടിക്ക് എത്ര വാല്യൂ കിട്ടി, ടിക്ക് 2 വാല്യൂസ് കിട്ടി, മൈനസ് 1ഉം മൈനസ് 27ഉം. ഇത് ആരുടെ റൂട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്, യു ക്യൂബിന്റെ വി ക്യൂബിന്റെ. അങ്ങനെയാണെങ്കിൽ യു ക്യൂബ് ഈക്വൽ ടു മൈനസ് 27 ആണ്. അതിന്റെ ക്യൂബ് റൂട്ട് എടുത്താൽ യു ഇസ് ഈക്വൽ ടു മൈനസ് 3 വരും. അതേപോലെ വി ക്യൂബ് ഈക്വൽ ടു 1 ആണ്. അതിന്റെ ക്യൂബ് റൂട്ട് എടുത്താൽ വി ഇസ് ഈക്വൽ ടു 1 കിട്ടി. അപ്പൊ യുവും വിയും കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വൈ കണ്ടുപിടിക്കാം. വൈ ഇസ് ഈക്വൽ ടു യു പ്ലസ് വി ആണ്. അപ്പൊ മൈനസ് 3 പ്ലസ് 1 ഈക്വൽ ടു മൈനസ് 2 കിട്ടി. അപ്പൊ വൈ ഇസ് ഈക്വൽ ടു മൈനസ് 2 കിട്ടിയാൽ എക്സിനെ നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുന്നത്, വൈ പ്ലസ് 1 എന്നാണ്.
അപ്പം -2 + 1 = -1 എന്ന് കിട്ടി. ഓക്കെ, അപ്പം x = നമുക്ക് എത്ര കിട്ടി? -1 കിട്ടി. അപ്പം x = -1 കിട്ടിയാൽ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ഇല്ലേ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഈ ഇക്വേഷൻ 1ന്റെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടി. x = -1 എന്ന് ഈ ഇക്വേഷൻ 1ന്റെ ഒരു സൊല്യൂഷൻ കിട്ടി. ശരിക്കും ഇതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് 3 സൊല്യൂഷൻ അല്ലേ, ബാക്കി 2 സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി ആ x = -1 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ എന്തിനാ സിന്തറ്റിക് ഡിവിഷൻ ചെയ്താൽ മതി അല്ലേ. x = -1 ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുള്ള തിയറി അനുസരിച്ച് തന്നെ പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മുടെ ഗിവൺ ഇക്വേഷൻ ഇതാണ്. ഈ ഗിവൺ ഇക്വേഷനെ നമുക്ക് x + 1 കൊണ്ട് എക്സാക്ട്ലി ഡിവിസിബിൾ ആണ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതായത് റിമൈൻഡർ 0 ആണെന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഗിവൺ ഇക്വേഷൻ ഇതാണ്. അതിനെ നമുക്ക് x = -1 കൊണ്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യാം. സിന്തറ്റിക് ഡിവിഷൻ ചെയ്യാൻ വേണ്ടി ഈ ഗിവൺ ഇക്വേഷന്റെ കോയിഫിഷ്യൻസ് എഴുതുമ്പോൾ 1, -3, 12, 16 ആണ്. അതിനെ നമ്മൾ ഏതുകൊണ്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്തു? -1 കൊണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ 1നെ ഇവിടെ എഴുതും. -1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ -1 വരുന്നു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ -4 വരുന്നു. വീണ്ടും -4നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ, ഇവിടെ 4 ആകുന്നു. 12ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 16 ആകുന്നു. 16നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ -16 ആകുന്നു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്നു. ഓക്കെ, അപ്പോൾ x³ ഡിവൈഡ് ചെയ്ത്, അപ്പം ഈ 1 എന്ന് പറയുന്നത് 1 × x³ ആണ്. -4 അത് x² കോയിഫിഷ്യന്റ്. അപ്പം x³ - 4x² + 16 = 0 എന്ന സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുന്നു. അതിനെ സോൾവ് ചെയ്യുന്ന മെത്തേഡ് x = -b ± √b² - 4ac / 2a. ഈ മെത്തേഡ് അപ്ലൈ ചെയ്ത് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ സോൾവ് ചെയ്യുന്നു. അപ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി എയുടെ പ്ലേസിൽ 1 ആണ് കൊടുക്കേണ്ടത്, ബിയുടെ പ്ലേസിൽ -4ഉം സിയുടെ പ്ലേസിൽ 16ഉം കൊടുക്കുന്നു. അപ്പോൾ √b, ഇപ്പം -4 ആകുന്നത് ഇത് 4 ആവും. ± √b² 16 ആണ്. -4ac 4 × 1 4, 4 × 16 64. അപ്പോൾ -64/2 വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ± √-48a/2 വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ -48 വന്നാൽ എന്ത് ചെയ്യണം? ആ റൂട്ടിനകത്ത് വരുന്ന മൈനസിന് പകരം നിങ്ങൾ എന്തിട്ട് കൊടുക്കണം? i² ഇട്ട് കൊടുക്കണം. ഇൻറ്റു 48നെ നമുക്ക് എങ്ങനെ എഴുതാം? 16 × 3 എന്ന് ഫാക്ടറൈസ് ചെയ്യാം. /2 വരുന്നു. 16ന്റെ റൂട്ടിന്റെ വില വരുമ്പോൾ 4ഉം i²ന്റെ റൂട്ട് iയുമാണ്. അപ്പോൾ 4 ± 4i √3 വരും. റൂട്ടിനകത്തിന് 3 മാത്രമേ ഉള്ളൂ. ഹോൾ /2 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൊത്തത്തിൽ ഒരു 2 ക്യാൻസൽ ചെയ്താൽ 2 ± 2i √3 എന്ന് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗിവൺ ഇക്വേഷന്റെ റൂട്ട് ആദ്യം നമുക്ക് ഇവിടെ ഇക്വേഷന്റെ ഒരു റൂട്ട് x = -1 കിട്ടി. റിമൈനിങ് ആയിട്ടുള്ള 2 റൂട്ട് ആരൊക്കെയാണ്? 2 ± i √3 കിട്ടി. ഓക്കെ, അപ്പോൾ 2 + 2i √3, 2 - 2i √3. അങ്ങനെ തന്നിരിക്കുന്ന ക്യൂബിക് ഇക്വേഷൻ നമുക്ക് മൊത്തം എത്ര റൂട്ട് കിട്ടി? 3 റൂട്ട് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് ക്യൂബിക് ഇക്വേഷന്റെ പ്രോബ്ലം തന്നാൽ അതിനെ കാർഡൻസ് മെത്തേഡ് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ, ഇത് നമുക്ക് എക്സാമിന് essay പാർട്ടി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയാട്ടെ. സോൾവ് ദ ക്യൂബിക് ഇക്വേഷൻ 28x³ - 9x² + 1 = 0 ബൈ കാർഡൻസ് മെത്തേഡ്. അപ്പോൾ നമ്മൾ കാർഡൻസ് മെത്തേഡ് അനുസരിച്ച് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഏത് ഫോമിലായിരിക്കണം? x³ + lx² + mxa + n = 0 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫോമിലായിരിക്കണം. അതായത് x³ കോയിഫിഷ്യന്റ് എത്രയായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, അപ്പം x³ കോയിഫിഷ്യൻസ് 1 ആയിരിക്കണം. അതേപോലെ തന്നെ ഈ ഇക്വേഷനകത്ത് ഏത് ടേം മിസ്സിങ്ങുമാണ്? എക്സ് വരുന്ന ടേം മിസ്സിങ്ങുമാണ് അല്ലേ. ഈ ക്യൂബിക് ഇക്വേഷനെ കാർഡൻസ് മെത്തേഡിൽ സോൾവ് ചെയ്യാൻ 2 കാര്യങ്ങൾ ഓർത്തോളുക. ഒന്ന്, ഇതിനകത്ത് എക്സ് വരുന്ന ടേം മിസ്സിങ്ങുമാണ്. പിന്നെ ഇത് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ലതാനും. അപ്പം ഇതിനെ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലാക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? ഈ തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് എക്സിന് പകരം 1/y ഇട്ട് കൊടുക്കുന്നു. മനസ്സിലായോ എന്തുകൊണ്ടാണെന്ന്? ഒന്ന്, ഈ ഇക്വേഷനകത്ത് എക്സ് വരുന്ന ടൈം മിസ്സിംഗ് ആണ്. 2, ഇത് കാർഡൻസ് മെത്തേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ x³ കോയിഫിഷ്യന്റ് 1 ആകുകയും വേണം. അപ്പം ഈ രീതിയിലോട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? x = 1/y എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗിവൺ ഇക്വേഷൻ എങ്ങനെ മാറും? 28 × 1/y ക്യൂബ് -9 × 1/y² + 1 = 0 എന്ന് കിട്ടുന്നു. അതായത് ഈ ഇക്വേഷൻ 28 / y³
മൈനസ് 9/y² പ്ലസ് 1 = 0 എന്ന് വരുന്നു. y³ y² അതിന്റെ LCM y³ ആണ്. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ടേം ബൈ ടേമിനെ y³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന്റെ കോമൺ ഡിനോമിനേറ്റർ y³ എടുക്കുകയും ചെയ്യണം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഇതാ നിങ്ങൾ ഇങ്ങനെ എഴുതണം. ഈ ടേമിനെയും y³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ ടേമിനെയും y³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെയും y³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താണ്? y³ ആകണം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഈ y³ 0 ക്രോസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് 0 ആകുന്നു. ലെഫ്റ്റ് സൈഡ് ഇവിടെ താഴെ നിന്ന് മുകളിൽ നിന്ന് ഒരു y³ അങ്ങ് ക്യാൻസൽ ആയിട്ട് 28 വരും. ഇവിടെ താഴെ നിന്ന് മുകളിൽ നിന്ന് y അങ്ങ് ക്യാൻസൽ ആയിട്ട് y² ക്യാൻസൽ ആയിട്ട് -9y വരുന്നു. പ്ലസ് 1 × y³ വരുന്നു. ഓക്കെ, അപ്പൊ 28 - 9y പ്ലസ് y³ = 0 എന്ന് കിട്ടുന്നു. അതിനെ നമ്മൾ തിരിച്ച് ഓർഡറിൽ എഴുതി y³ - 9y പ്ലസ് 28 = 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സിലായിരുന്നു. ഇപ്പൊ നമുക്ക് y³ ഒരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാർഡൻസ് മെത്തേഡ് സോൾവ് ചെയ്യാവുന്ന ആ ഒരു സ്റ്റെപ്പിലാണ്. ഈ ഇക്വേഷന്റെ പ്രത്യേകത എന്താണ്? ഇതിനകത്ത് y² ടേം ഇല്ല. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി ഇവിടെ എന്താ അപ്ലൈ ചെയ്യാം? കാർഡൻസ് മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി കാർഡൻസ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ കൊടുക്കേണ്ടത്? ഈ ഇക്വേഷൻ നമ്പർ 1നെയാണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ ഇക്വേഷൻ നമ്പർ 1നെ സോൾവ് ചെയ്യാൻ വേണ്ടി y = നമ്മൾ എന്ത് കൊടുക്കുന്നു? u + v കൊടുക്കുന്നു. yക്ക് u + v കൊടുത്ത് അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് എഴുതും? y³ = u + v the whole cube ആണ്. u + v the whole cubeന്റെ എക്സ്പാൻഷൻ എന്താണ്? u³ + v³ + 3uv ഇൻറ്റു ബ്രാക്കറ്റിൽ u³ + v³ വരും. 3uv ഇൻറ്റു ബ്രാക്കറ്റിൽ u + v വരും അല്ലെ. അപ്പം ഈ u + vക്ക് വരെ നമുക്ക് എന്തിട്ട് കൊടുക്കാം? y ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? y³ - u³ + v³ - 3uvy = 0 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു. തൊട്ട് മുമ്പേ നമ്മൾ 2 എന്ന് വിളിക്കുന്നു. തൊട്ട് മുമ്പേ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആരെ തമ്മിൽ കമ്പയർ ചെയ്യാം? ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 1ഉം കൂടെ കമ്പയർ ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 എന്തായിരുന്നു? ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞാൽ y³ - 9y പ്ലസ് 28 = 0. ഇതായിരുന്നു ഇക്വേഷൻ നമ്പർ 1. ആ ഇക്വേഷൻ 1ന്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ yയുടെ കൂടെ ആരാ കിടക്കുന്നത്? -3uv = -9 വരും. എന്ന് പറഞ്ഞാൽ uv = 3 വരും. മൈനസും മൈനസും ക്യാൻസൽ ആയിട്ട് uv = 3 വരും. ഇതിനെ ക്യൂബ് എടുത്താൽ u³ v³ = 27 വരും. ഇനി കോൺസ്റ്റന്റിനെ കമ്പയർ ചെയ്താൽ -u³ + v³ = 28 ആണ്. അതിൽ നിന്ന് u³ + v³ = -28 കിട്ടി. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ u³ v³ ആരുടെ റൂട്ട് ആയിരിക്കും? u³ v³ t² പ്ലസ് ബ്രാക്കറ്റിൽ t² പ്ലസ് u³ പ്ലസ് v³ ഇൻറ്റു t പ്ലസ് u³ പ്ലസ് v³ = 0. ഈ ഒരു ഇക്വേഷന്റെ റൂട്ടാണ് ആര്? u³ v³. മനസ്സിലായോ? തൊട്ട് മുമ്പേ നമ്മളോട് കൊടുത്തിട്ടുണ്ട്. t² പ്ലസ് t² -u³ + v³ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പ്ലസ് u³ + v³ രണ്ടിൽ ഏത് രീതി വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പൊ t² t² പ്ലസ് വരണ്ട, ഇവിടെ മൈനസ് ആണ്. t² -u³ + v³ ഇൻറ്റു t പ്ലസ് u³ v³ = 0. സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മൾ അങ്ങനെയല്ലേ എഴുതാൻ പഠിച്ചേക്കുന്നത്. അവിടെ നോക്കിയാൽ മതി. t² -u³ + v³ ഇൻറ്റു t പ്ലസ് u³ v³ = 0. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോം, ഈ ഒരു ഫോമിന്റെ റൂട്ടാണ് ആര്? u³ v³. അപ്പൊ ഇവിടെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് t² -u³ + v³ -28 ആണ്. അപ്പൊ ഈ മൈനസ് അങ്ങ് പ്ലസ് ആകുന്നു. അപ്പൊ പ്ലസ് 28t വരും. u³ v³ വാല്യൂ 27 ആണ്. അപ്പൊ പ്ലസ് 27 = 0 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്തായിട്ട് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് കിട്ടി. അതിന് t = സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ടിയുടെ വില കാണാൻ -b ± √b² -4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a ആണ്. ഇവിടെ നമ്മൾ ബിക്ക് വരെ എത്ര കൊടുക്കണം? എക്ക് വരെ 1 കൊടുക്കുന്നു, ബിക്ക് വരെ 28 കൊടുക്കുന്നു, സിക്ക് വരെ 27 കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് -b -28 വരും. പ്ലസ് ഓർ മൈനസ് √28ന്റെ സ്ക്വയർ 784 -4ac ആണ്.
അപ്പോൾ 4 ഇൻറ്റു 1 ഇൻറ്റു 27 108 വരും, ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, റൂട്ടിനകത്ത് കിടക്കുന്ന 784 മൈനസ് 108 എടുക്കുന്നു. അപ്പം എത്ര കിട്ടും ആൻസർ? 676 കിട്ടും. അപ്പം -28 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 676 ഡിവൈഡഡ് ബൈ 2 വരുന്നു. 676ന്റെ റൂട്ട് 26 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? -28 -26 ഡിവൈഡഡ് ബൈ 2 വരും. പിന്നെ -28 പ്ലസ് 26 ഡിവൈഡഡ് ബൈ 2 വരും. ഓക്കെ ആണല്ലോ. അപ്പം -28 -26 കൂടെ ചേരുമ്പോൾ എത്ര വരും? 54 വരും. -54/2 അത് -27 വരും. ഇത് -2/2 -1 വരും. ഓക്കെ, അപ്പം നമുക്ക് ടിയുടെ രണ്ട് വാല്യൂസ് കിട്ടി, -1 -27 കിട്ടി. ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ ആരുടെ റൂട്ടാണ്? യു ക്യൂബിൻ്റെയും ബി ക്യൂബിൻ്റെയും റൂട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് യു ക്യൂബ് ഈക്വൽ ടു -1 എടുക്കാം, ബി ക്യൂബ് ഈക്വൽ ടു -27 എടുക്കാം. യു ക്യൂബ് -1 ആണെങ്കിൽ യു -1 ആണ്, ബി ക്യൂബ് -27 ആണെങ്കിൽ അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ ബി ഈക്വൽ ടു -3 കിട്ടി. അപ്പം നമുക്ക് യുവും വിയും കിട്ടി. യുവും വിയും കിട്ടിയാൽ y എന്താണ്? y ഈസ് ഈക്വൽ ടു യു പ്ലസ് വി ആണ്. അപ്പം -1 -3 കൂടെ ആഡ് ചെയ്യുമ്പോൾ y ഈസ് ഈക്വൽ ടു -4 കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ ഇക്വേഷൻ നമ്പർ 1നെയാണ് സോൾവ് ചെയ്യാനായിട്ട് പോയത്. ആ ഇക്വേഷൻ നമ്പർ 1ന് ഒരു വാല്യൂ നമുക്ക് കിട്ടി അല്ലേ. അപ്പം ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഒരു വാല്യൂ കിട്ടിയാൽ നമുക്കറിയാം നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്കിപ്പം y ഈ തേർഡ് ഡിഗ്രി ഇക്വേഷനെ സോൾവ് ചെയ്തപ്പം കിട്ടിയ വൈയുടെ ഒരു വാല്യൂ കിട്ടിയ y ഈസ് ഈക്വൽ ടു -4 ആണ്. അപ്പം നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി അനുസരിച്ച് ഈ ഇക്വേഷൻ നമ്പർ 1നെ നമുക്ക് y + 4 കൊണ്ട് എക്സാക്റ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. y + 4 കൊണ്ട് എക്സാക്റ്റ്ലി ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തിന് റിമൈൻഡർ 0 ആയിരിക്കും. ഓക്കെ, അപ്പം ആ ഡിവിഷൻ കാണാൻ വേണ്ടി നമ്മൾ ഈസിയസ്റ്റ് മെത്തേഡ് ഈ തേർഡ് ഡിഗ്രി ഇക്വേഷനെ നമ്മൾ y ഈസ് ഈക്വൽ ടു -4 കൊണ്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ y ഈസ് ഈക്വൽ ടു -4 കൊണ്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്താണ്? y³ പ്ലസ് അല്ലേ, നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് y³ പ്ലസ് അല്ല മൈനസ് y³ -9y പ്ലസ് 28 ഈക്വൽ ടു 0. ഈ ഗിവൺ ഇക്വേഷനെയാണ് നമ്മൾ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻ y³ കോയിഫിഷ്യൻറ്റ് 1, y² 0 -9y പ്ലസ് 28 വരുന്നു. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ ഏത് ഉപയോഗിച്ചാൽ സിന്തറ്റിക് ഡിവിഷൻ ചെയ്ത്? -4 ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ 1നെ താത്തെഴുതാം. -1 × 4 -4 ആണ്. 0യും -4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ -4 വരും. -4 -4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 ആവും. -9ഉം 16ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 7 ആവും. 7 × -4 -28 വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0 കിട്ടും. ഓക്കെ, അപ്പം ഈ 1 എന്ന് പറഞ്ഞാൽ ആരുടെ കോയിഫിഷ്യൻ ആണ്? 1 × y² ആണ്, -4 × y ആണ്. അപ്പോൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? y² -4y പ്ലസ് 7 ഈക്വൽ ടു 0 കിട്ടി. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? സോൾവ് ചെയ്യുന്ന മെത്തേഡ് y ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² -4ac/2 ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തു. അപ്പം അവിടെ y² കൂടെ വരുന്ന ടേമാണ് a, y-യുടെ കൂടെ വരുന്ന ടേമാണ് b. അപ്പം b ഈസ് ഈക്വൽ ടു -4, കോൺസ്റ്റന്റ് ആണ് c ഈസ് ഈക്വൽ ടു 7 വരുന്നു. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുന്നു? ഈ ഒരു സ്റ്റെപ്പിലോട്ട് എത്തിച്ചേരുന്നു. 4 + ഓർ മൈനസ് റൂട്ട് ഓഫ് 16 - 28/2. 16 - 28 -12 ആണ്. ഈ റൂട്ടിനകത്ത് മൈനസ് കിടക്കുമ്പോൾ അതിന് വരെ നമ്മൾ i² കൊടുക്കുന്നു. 12ന് വരെ 4 × 3 കൊടുക്കുന്നു. i² റൂട്ടിൻ്റെ വെളി വരുമ്പോൾ i ആകുന്നു. 4 റൂട്ടിൻ്റെ വെളി വരുമ്പോൾ 2 ആണ്. മൊത്തത്തിൽ ഒരു 2 ക്യാൻസൽ ചെയ്താൽ 2 + ഓർ മൈനസ് i√3 എന്ന് കിട്ടുന്നു. ഓക്കെ, ഓൾറെഡി നമ്മൾ ആദ്യം y-യുടെ റൂട്ട് നമുക്ക് -4 കിട്ടി. ഇപ്പം നമുക്ക് y-യുടെ രണ്ട് റൂട്ട് 2 + ഓർ മൈനസ് i√3 കിട്ടി. പക്ഷേ നമുക്ക് സോൾവ് ചെയ്യാൻ തന്നിരുന്നത് ആരെയായിരുന്നു? നമ്മുടെ ഇക്വേഷൻ നമ്പർ 1ലെ അല്ലേ നമുക്ക് സോൾവ് ചെയ്യാൻ തന്നിരുന്നത്. അപ്പം ഇക്വേഷൻ നമ്പർ 1നെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഇക്വേഷൻ നമ്പർ 1 നമ്മുടെ കാർഡൻസ് മെത്തേഡ് സോൾവ് ചെയ്യാവുന്ന സ്റ്റേജിലല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ y³ വന്ന ഇക്വേഷനെ സോൾവ് ചെയ്ത് y-യുടെ 3 വില കണ്ടുപിടിച്ചത്. ഓക്കെ, ശരിക്കും നമുക്ക് എക്സിൻ്റെ വിലയല്ലേ വേണ്ടേ? അപ്പം അതിൽ നിന്ന് എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഇക്വേഷനെ എങ്ങനെയാണ് ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ ആക്കിയത്? x ഈക്വൽ ടു 1/y കൊടുത്തല്ലേ ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ കിട്ടിയത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഗിവൺ ഇപ്പം കിട്ടിയ y-യുടെ റൂട്ടിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മാത്രമേ ആരുടെ റൂട്ട് ആകത്തുള്ളൂ? എക്സിൻ്റെ റൂട്ട് ആകത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പം y-യുടെ റൂട്ടിൻ്റെ റെസിപ്രോക്കൽ x ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? 1/y ആണ്. ഓക്കെ,
അപ്പം വൈയുടെ റൂട്ടിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ വൈയുടെ ഒരു റൂട്ട് -4 ആണ്. അപ്പം അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു എത്ര കിട്ടി? -1/4 കിട്ടി. അപ്പോൾ ഒരു റൂട്ട് കിട്ടി. ഇനി രണ്ടാമത്തെ റൂട്ട് വൈയുടെ എന്താണ്? y is equal to 2 + i√3 ആണ്. അപ്പം അതിന്റെ റെസിപ്രോക്കൽ എടുക്കണ്ടേ? അപ്പം x ഈക്വൽ ടു ഇതിൽ 1/2 - 2 + 1 / 2 + i√3 വരും. നമ്മൾ പഠിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിനകത്തും ഈ i എന്ന് പറയുന്ന ടൈം എവിടെ വരാൻ പാടില്ല? ഡിനോമിനേറ്ററിൽ വരാൻ പാടില്ല. i ഉൾപ്പെടുന്ന ടൈം എപ്പോഴും എവിടെയായിരിക്കണം? ന്യൂമറേറ്ററിലായിരിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന i വരുന്ന ടൈമിനെ മാറ്റാൻ വേണ്ടി നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ വന്ന 2 + i√3യുടെ കോൺജുഗേറ്റ് ആയ 2 - i√3 കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പം ന്യൂമറേറ്റർ നമുക്ക് 2 - i√3 ആകുന്നു. ഡിനോമിനേറ്റർ ഏത് ഫോമില കിടക്കുന്നത്? a + b × a - b എന്ന ഫോമിലാണ്. a + b × a - b നമുക്ക് a² - b² എന്ന് എഴുതാം. അപ്പൊ 2² - i√3യുടെ സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 - i√3 / 2² 4 ആണ് -i² × √3യുടെ സ്ക്വയർ 3 വരും. i² എത്രയാണ്? i² -1 ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 - i√3 / i² -1 ഈ നടുക്കത്തെ മൈനസ് അങ്ങ് എന്താ? പ്ലസ് ആവും. അപ്പൊ 4 + 3 = 7 വരും. അപ്പം y is equal to 2 + i√3 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? x ഈക്വൽ ടു 2 - i√3/7 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി വൈയുടെ അടുത്ത വാല്യൂ എന്താണ്? വൈയുടെ അടുത്ത വാല്യൂ നമുക്ക് കിട്ടിയത് 2 - i√3 ആണ്. അതിന്റെ റെസിപ്രോക്കൽ ആണ് x എന്ന് പറയുന്നത്. അപ്പൊ x ഈക്വൽ ടു 1 / 2 - i√3 ആണ്. അവിടെയും i ഡിനോമിനേറ്ററിൽ ആയതുകൊണ്ട് i ന്യൂമറേറ്ററിൽ കൊണ്ടുപിടിക്കാൻ വേണ്ടി ഇതിന്റെ കോൺജുഗേറ്റ് ആയ 2 + i√3 കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ന്യൂമറേറ്റർ 2 + i√3 ആകുന്നു. ഇവിടെ നമ്മൾ ചെയ്തതുപോലെ ഇവിടെ എന്താണോ ഡിനോമിനേറ്റർ വന്നത് അത് തന്നെയാണ് ഇവിടുത്തെ ഡിനോമിനേറ്റർ. ഈ എക്സിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയ ഡിനോമിനേറ്ററും സെയിം അല്ലേ? അതുകൊണ്ട് ഡിനോമിനേറ്ററിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര വരും? 7 തന്നെ വരും. ഓക്കെ, അപ്പൊ x ഈക്വൽ ടു 2 - i√3 ആണെങ്കിൽ y is equal to 2 - i√3 ആണെങ്കിൽ x എന്ത് കിട്ടി? 2 + i√3/7 എന്ന് കിട്ടി. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ റൂട്ട് എന്തൊക്കെ കിട്ടും? -1/4 2 - i√3/7 2 + i√3/7 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്യൂബിക് ഇക്വേഷൻ തന്നാൽ കാർഡൻസ് മെത്തേഡ് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുന്നത്. ഈ രണ്ട് ഇക്വേഷനും രണ്ട് ഡിഫറെന്റ് സ്ട്രക്ചറിൽ തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻ ആയിരുന്നു. രണ്ടിനെയും സോൾവ് ചെയ്യുന്ന മനസ്സിലായല്ലോ. നമുക്കിനി ഒരു ബാലൻസ് ഡിഫറെന്റ് ഫോമിൽ വരുന്ന 1-2 പ്രോബ്ലംസ് കൂടെ പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ എങ്കിൽ